മലയാളത്തിൽ യുവതാരങ്ങളുടെ വിളയാട്ടമായിരുന്നു 2025. നേരത്തെ ഉള്ളവരൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം കുറച്ചുകൂടെ തെളിയിച്ച വർഷമാണ് 2025. നമുക്കറിയാം, നസ്ലിൻ വളരെ ചെറുതായിട്ട് തുടങ്ങി ഗ്രാഫ് നല്ല കുത്തനെ ഉയർത്തി. ഇപ്പോൾ സൂര്യയുടെ സിനിമയിലെ പ്രധാന വേഷം ഉൾപ്പെടെ, മമ്മൂട്ടി ചിത്രമായ ഖാലിദ് റഹ്മാന്റെ സിനിമയിലെ പ്രധാന വേഷം ഉൾപ്പെടെ ചെയ്യാൻ 2026 നിൽക്കുന്ന നടനാണ് നസ്ലിൻ. നസ്ലിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ക്യൂട്ടാണ്, ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് ചിരിപ്പിക്കുന്ന ഒരു പ്രകൃതം, നല്ലപോലെ കോമഡി ക്യാരക്ടർ, നല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ, അതൊക്കെ കൊണ്ട് നസ്ലിനെ ഭയങ്കര അധികം ഇഷ്ടമാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും. ഈ പറഞ്ഞ പോലെ ഹേറ്റേഴ്സേ ഇല്ല, നോ ഹേറ്റേഴ്സ് ആയിട്ടുള്ള നടൻ ഏതാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് പറയുന്ന നടൻ നസ്ലിൻ തന്നെയാണ്. അന്നേരം ഇനി നസ്ലിൻ്റെ പ്രോജക്റ്റുകളും ഗംഭീരമാണ്. അമൽ നീരദിൻ്റെ പടം, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ പടം, സൂര്യ പടം എല്ലാം ഉണ്ട് താരം. ഇപ്പം നസ്ലിൻ്റെ കൂട്ടൊരു ചെറുപ്പക്കാരൻ പയ്യൻ ഇടിച്ചു കയറി വരുന്നുണ്ട്. മറ്റാരുമല്ല, സന്ദീപ്. എക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം, സന്ദീപിൻ്റെ റേഞ്ച് ഗംഭീരമാണ്. കോമഡിക്ക് കോമഡി ചെയ്യും. അതിനുമ്പ് ആലപ്പുഴ ജിംഖാന, നമ്മുടെ പടക്കളത്തിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലൊക്കെയുള്ള കഥാപാത്രമാണ്. അന്നേരം കോമഡിയും ഇമോഷണലും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് നമുക്ക് തോന്നും സന്ദീപ്. ചെറുപ്പക്കാരൻ പയ്യനാണ്, നല്ല കാലിബർ ഉള്ളതാണെന്ന് നമുക്ക് എക്കോ സിനിമയോട് നമുക്ക് ഉറപ്പായ ഒരു നടനാണ്. ഇവരിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടുപേരും രണ്ടേതാണ്. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ചോദിക്കുന്നത് പോലെ തന്നെയാണ്. നസ്ലിനാണോ സന്ദീപാണോ? ഇവർ തമ്മിലൊന്നും താരതമ്യമല്ല. എന്നാലും കൂടുതൽ റേഞ്ചിലേക്ക് ഇനി നസ്ലിനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യും. ഇപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഇമോഷനൊക്കെ വന്ന് നസ്ലിൻ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും സന്ദീപ് അത്യാവശ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച നടനിൽ ഒരാളാണ്. ഇനി ഭാവിയിലെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് ആരാണ് ബെസ്റ്റ്, നസ്ലിനാണോ സന്ദീപാണോ?